ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് മണ്ഡലങ്ങളിലേക്ക് എത്തും. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ ജനവിധി. ശ്രീനാഥ് തന്റെ വിവരങ്ങൾ വെച്ചിരുന്നു. ശ്രീനാഥ്, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വലിയ കമ്മ്യൂണൽ പ്രസ്താവനകൾ, വലിയ വർഗീയ ചേരിവ്, ധ്രുവീകരണത്തിലുള്ള പ്രസ്താവനകളൊക്കെ വ്യാപകമായി കേൾക്കുന്നതാണ്. ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതല്ല, പക്ഷേ സാധാരണ ഉണ്ടാവുന്നത് പോലെ ആദ്യ പ്രചരണ ഘട്ടത്തിൽ ബീഹാറിൽ കാണാൻ കഴിഞ്ഞില്ല. തൊഴിലില്ലായ്മ, വികസനത്തിലൊക്കെ ഊന്നിയുള്ള പ്രചരണം എന്നുറപ്പായും പറയാം. ശ്രീനാഥ്, ഒരു പരിധിവരെ അങ്ങനെ പറയാം. എന്നാൽ പോലും അവസാന ലാപ്പിലേക്ക് വന്നപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ നടത്തിയ പ്രസംഗങ്ങളിൽ അത്തരം ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ നടത്തിയ പരാമർശത്തിൽ പോലും വഖഫും മുത്തലാഖും അടക്കമുള്ള വിഷയം കോൺഗ്രസിനെതിരെ ആയുധമാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. തീവ്ര നിലപാടുകാർക്ക് സഹായം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസിന്റേത്, ഒരു എക്സ്ട്രീമിസ്റ്റ് നിലപാടാണ് എന്ന് വരെ പ്രധാനമന്ത്രി ഇന്നലത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. അങ്ങനെ വിഷയങ്ങൾ പലത് മാറി മാറി വന്ന തെരഞ്ഞെടുപ്പാണ്. 2 വർഷത്തിന് ഉള്ളിൽ തന്നെ ബീഹാറിൽ ഒരു സീതാക്ഷേത്രം നിർമ്മിക്കുകയും പ്രധാനമന്ത്രി തന്നെ അത് തറക്കല്ലിടുകയും അതിന്റെ പൂജകൾ നടത്തും എന്ന് വരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പ്രസംഗത്തിനിടെ റാലിയിൽ വെച്ച് പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും അവസാന ലാപ്പിൽ ജംഗിൾ രാജ് അല്ല മംഗൾ രാജാണ് ബീഹാറിൽ വരാൻ പോകുന്നത്. NDAയുടെ അധികാരം അതിന് പ്രധാനമാണ് എന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ച് തീരും മുമ്പാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇവിടെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അത് വലിയ തിരിച്ചടി NDAക്ക് ഉണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷമാവട്ടെ മഹാസഖ്യമാവട്ടെ അത് വലിയ രീതിയിൽ ആയുധമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആരോപണ വിധേയനായ JDU സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ഈ മൊക്കാമ മണ്ഡലത്തിലെ ബാഹുബലി എന്നറിയപ്പെടുന്ന ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്ത് NDA കുറച്ചൊക്കെ ഒരു പരിക്ക് പരിഹരിക്കാൻ വേണ്ടി അവർക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിരുന്നു. ഏതായാലും 121 മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ ജനങ്ങൾ വോട്ട് ചെയ്യാനായി എത്താൻ പോകുന്നത്. തേജസ്വി യാദവിന്റെ മണ്ഡലമുണ്ട്. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി അടക്കമുള്ളവർ വോട്ട് തേടുന്നുണ്ട്. പ്രശ്നബാധിത മണ്ഡലമായ മൊക്കാമ, കൊലപാതകം അടക്കം നടന്ന മൊക്കാമയും ജനവിധി തേടുന്നത് മറ്റന്നാളാണ്. ഏതായാലും 11-ാം തീയതി പിന്നീട് 2ാം ഘട്ട വോട്ടെടുപ്പ് 122 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്നു. പിന്നീട് നവംബർ 14 അറിയാം ബീഹാറിന്റെ ഈ ജനവിധി, ഇത്തവണത്തെ ജനവിധി എന്താണെന്ന്. ഹഷ്മി, ആദ്യഘട്ടത്തിലെ സർവേ ഫലങ്ങൾ ഇന്ത്യ സഖ്യത്തിന് പക്ഷേ വലിയ പ്രതീക്ഷ നൽകുന്നതല്ല. ശ്രീനാഥ്, തീർച്ചയായും ഈ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ ആ തേജസ്വിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായുള്ള തേജസ്വിയെ നിയോഗിച്ചതിൽ, അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഒരു പരിധിവരെ ഗുണം ചെയ്യും എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ സർവേ ഫലങ്ങളൊക്കെ തന്നെ ഈ തുടക്കത്തിൽ വോട്ടെടുപ്പിന് മുൻപ് നടത്തിയ സർവേ ഫലങ്ങൾ അത്രയധികം ഒരു മുന്നേറ്റം ഈ മഹാസഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മഹാസഖ്യം ഇപ്പോഴും ഉള്ളത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രചാരണം, വലിയ റാലികൾ നടത്തി. ഒരു ഘട്ടത്തിൽ വിശ്രമത്തിലായിരുന്ന ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ ദിവസം ഒരു റാലിയിൽ പങ്കെടുക്കുകയും വരെ ചെയ്തു. ലാലുവിനെ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യം പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ റാലികളിൽ ഉന്നയിച്ചിരുന്നു. സ്വന്തം പിതാവിന്റെ പേര് പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ തേജസ്വി യാദവ് ഭയക്കുകയാണ് എന്ന പരിഹാസം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ലാലു പ്രസാദ് യാദവ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും മഹാസഖ്യവും NDAയും ഒരുപോലെയുള്ളത്. ഒരു ശക്തമായ പോരാട്ടം നടക്കും എന്നതാണ് പ്രചാരണ കാലത്തെ ഇളക്കി മറിച്ചുള്ള പ്രചാരണം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അശ്വിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.